ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കോതമംഗലം താലൂക്കിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെയാണ്. ഈ കാണുന്ന ആൽമരം കോതമംഗലം നഗരത്തിന് വർഷങ്ങളായി തൻ്റെ കുളിരും അനുഭൂതിയും സമ്മാനിക്കുന്ന വലിയൊരു പടുകൂറ്റൻ ആൽമരമാണ്. ഇവിടെ തുടങ്ങുന്നു കോതമംഗലം ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്കുള്ള നമ്മുടെ യാത്ര. നമ്മൾ മെല്ലെ നടന്ന് കോതമംഗലം പഴയകാല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് കോതമംഗലത്തിൻ്റെ ഹൃദയഭാഗം. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് മിനി സിവിൽ സ്റ്റേഷനും നഗരസഭാ കാര്യാലയങ്ങളുമെല്ലാം പ്രവർത്തിക്കുന്ന വലിയൊരു ഓഫീസ് സമുച്ചയം. ഈ കാണുന്ന ബസ് സ്റ്റാൻഡ് കോതമംഗലത്ത് വന്നു പോകുന്നവർ ഒരിക്കലും ഇവിടം സന്ദർശിക്കാതെ പോകാൻ കഴിയില്ല. അത്രമാത്രം കോതമംഗലത്തോട് ചേർന്ന് നിൽക്കുന്ന കോതമംഗലത്തിൻ്റെ ഹൃദയഭാഗം. നമ്മൾ മെല്ലെ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇന്ന് പോകുന്നത് കോതമംഗലത്തിൻ്റെ എന്നല്ല, കേരളത്തിൻ്റെ തന്നെ, മലയാളത്തിൻ്റെ തന്നെ സംസ്കാരത്തിൽ ഒരു ഏടായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തെയും അറിയപ്പെടുന്നതിൽ ഒരു ഏടായി നിലനിൽക്കുന്ന കോതമംഗലത്തെ ചെറിയ പള്ളിയിലേക്കാണ്. കന്നി 20-നോടനുബന്ധിച്ച് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടൊക്കെ അനുബന്ധിച്ചുള്ള കന്നി 20 പെരുന്നാൾ ആഘോഷിക്കുന്ന കോതമംഗലത്തെ മാർത്തോമ ചെറിയ പള്ളി അങ്കണത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ പള്ളിയും കന്നി 20 പെരുന്നാളും ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ സംസ്കാരം കൂടിയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ മാർത്തോമ ചെറിയ പള്ളിയുടെ അങ്കണത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മാർത്തോമ ചെറിയ പള്ളിയുടെ കവാടം. പള്ളിക്ക് 3 വശങ്ങളിൽ നിന്നും വിശാലമായ വഴികളും വഴിപ്പടർപ്പുകളുമുണ്ട്. ഈ കാണുന്നത് വലിയ ഭണ്ഡാര നേർച്ചക്കുറ്റിയാണ്. ഇവിടങ്ങളിൽ കടന്നു പോകുന്നവരെല്ലാം ഇവിടെ ദാനങ്ങൾ നിക്ഷേപിച്ചാണ് പോകുക. ആ പൈസകളെല്ലാം പറക്കിയിടാൻ ഇവിടെ ജീവനക്കാർ പോലുമുണ്ട് എന്നുള്ളത് നമ്മെ അതിശയിപ്പിക്കുന്നു. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് ജാതിഭേദമന്യേ എത്തിച്ചേരുന്ന ഒരു ദേവാലയമാണ് മാർത്തോമ ചെറിയ പള്ളി. ഈ പള്ളിയുടെ അങ്കണത്തിലേക്ക് നമ്മൾ മെല്ലെ അടിവച്ച് കയറുകയാണ്. വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണ് ഞാൻ ഈ പള്ളിയിലേക്ക് എത്തുന്നത്. ഈ പള്ളിയെക്കുറിച്ച് പറഞ്ഞാൽ, ഈ പള്ളിയുടെ ചരിത്രം അത്യാവശ്യമൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പള്ളിയെക്കുറിച്ച് ഒന്നും അറിയാതെ പോകും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഒന്ന് വരാം. മഫ്രിയാനോ മാർ ബസേലിയോസ് എൽദോ ബാവ എന്നുള്ള മാന്യദേഹമാണ് ഇവിടെ കബറടങ്ങിയിട്ടുള്ളത്. അതിനാൽ എല്ലാ വർഷവും വലിയ പെരുന്നാൾ ആഘോഷിച്ച് കൊണ്ടാടി വരുന്നു. ബാവയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ചരിത്രങ്ങളുമൊക്കെ ഉണ്ട്. നമ്മൾ അത്തരത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാലും ജനകീയ വിശ്വാസമനുസരിച്ച് കോതമംഗലത്തെ ഇടവക പള്ളി മാർത്താ മറിയം വലിയ പള്ളി, അതായത് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എന്ന് അറിയപ്പെടുന്ന പള്ളിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടവകകളിൽ ഒന്നാണ് ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ. പറവൂരിൽ നിന്നും അങ്കമാലിയിൽ നിന്നും കുടിയേറിയ ഏതാനും സുറിയാനി ക്രിസ്ത്യാനികൾ AD 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വലിയ പള്ളിയിലുണ്ടായ ചില തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും കൊണ്ട് ഇവിടുത്തെ 12ഓളം കുടുംബങ്ങളെ ഈ പള്ളിയിൽ നിന്നും വേർപെടുത്താൻ കാരണമായി. അതിൻ്റെ കാരണങ്ങളും മറ്റും നമ്മൾ കൂടുതൽ അന്വേഷിക്കാറില്ല. ഈ 12 കുടുംബങ്ങളാണ് ചരിത്രപ്രസിദ്ധമായ മാർത്തോമ ചെറിയ പള്ളി ഇന്നറിയപ്പെടുന്ന സെൻറ് തോമസ് ചെറിയ പള്ളി സ്ഥാപിച്ചത്.
വലിയ പള്ളിയുടെ പരിസരത്ത് തന്നെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 1455 പ്രാദേശിക ഭരണാധികാരി അനുവദിച്ച സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഈ പള്ളിയുടെ നിർമ്മാണ തുടക്കം. 1504 കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് മെല്ലെ മെല്ലെ ഒരു ചെറിയ പള്ളി രൂപപ്പെടുത്തുകയായിരുന്നു. ആ പള്ളിയാണ് ഇന്ന് ഇത്രമാത്രം ലോകപ്രശസ്തി ആർജിച്ച സെൻറ് തോമസ് ചെറിയ പള്ളി. മലങ്കര സുറിയാനി സഭയിലെ ഏറ്റവും വലിയ രൂപതയായ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ കീഴിലാണ് ഇത് നിലനിന്ന് പോരുന്നത്. 1600-ലധികം കുടുംബാംഗങ്ങൾ അംഗത്വമുള്ള മാർത്തോമ ചെറിയ പള്ളി, ഇതിൻ്റെ എല്ലാം ആത്മീയ കാര്യങ്ങൾ ഇന്നും നിയന്ത്രിക്കുന്നത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന ബാവയെക്കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹം ഇറാഖിലെ മുസോളിൽ ക്യൂട്ടഡ് എന്ന് പണ്ട് അറിയപ്പെട്ടിട്ടുള്ള കാരക്കോസ് ഇന്ന് അറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അവിടെ നിന്ന് ചെറുപ്പത്തിലെ തന്നെ വലിയ മതവിദ്യാഭ്യാസവും എല്ലാം പൂർത്തിയാക്കി ഉന്നത അധികാരത്തിലെത്തിയ അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ 92-ാം വയസ്സിലാണ്. ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുന്നത്. തന്നെയുമല്ല, ഇന്ത്യയിലേക്ക് അദ്ദേഹം വരാനുള്ള കാരണം മലങ്കര മാർത്തോമ രണ്ടാമൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ്. അദ്ദേഹവും സഹോദരനും മറ്റു 2 സന്യാസിവര്യരും ഒരു എപ്പിസ്കോപ്പിയുടെ കൂടെ ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ 92-ാം വയസ്സിൽ യാത്ര ആരംഭിച്ചത്. അങ്ങനെ യാത്ര ആരംഭിച്ച് മലങ്കരയിലെത്തിയപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ 3 പേർക്ക് മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. മലങ്കരയിലെത്തിയ അദ്ദേഹം കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. 1685 കന്നി 19 ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ഉടൻ തന്നെ ഭദ്രാസനയുടെ തീരുമാനപ്രകാരം കോതമംഗലത്ത് ചെറിയ പള്ളിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയാണ് ഉണ്ടായത്. കുറച്ച് നാളാണ് ഇദ്ദേഹം ഇവിടെ താമസിച്ചുള്ളൂ എങ്കിലും, അതായത് ഇന്ത്യയിൽ കേരളത്തിൽ താമസിച്ചുള്ളൂ എങ്കിലും, മലങ്കര സഭയെ സംബന്ധിച്ച് അദ്ദേഹം മലങ്കര സഭയ്ക്ക് ഒരുപാട് മുദ്രകൾ ചാർത്തി കൊടുത്ത ഒരു മാന്യദേഹമാണ്. അദ്ദേഹമാണ് ഈ കോതമംഗലം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഈ പള്ളിയെക്കുറിച്ചുള്ള ചെറിയൊരു ചരിത്രം എൻ്റെ അറിവിൽ നിങ്ങൾക്കായി ഞാൻ പകർത്തി തന്നത്. ഇവിടെ വരുന്ന ജാതിഭേദമന്യേ ഓരോ വിശ്വാസികളും ഇവിടെ വന്ന് പല വഴിപാടുകൾ, പ്രത്യേകിച്ചും മെഴുകുതിരി കത്തിച്ച് ബാവയെ വണങ്ങി പോകുക പതിവാണ്. ഒരുപാട് ചരിത്രങ്ങളുമൊക്കെ ഈ കാര്യങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചരിത്രങ്ങൾ അറിയാത്തവർ ചുരുക്കമാണ്. എന്നാലും ഈ പള്ളിയുമൊക്കെ ഒന്ന് ചുറ്റിക്കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് നാളായി എൻ്റെ ആഗ്രഹം ഇന്ന് അങ്ങനെ പൂവണിഞ്ഞു. വലിയ തിരക്കില്ലാത്ത ഒരു നേരം നോക്കി ഞാൻ പള്ളിയും പരിസരവും വിശദമായി കാണുകയും ആസ്വദിക്കുകയും അവിടുത്തെ ആരാധനാ രീതികളൊക്കെ കണ്ടു മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ ഒന്ന് ക്യാമറയിൽ പകർത്തുവാനും എനിക്ക് അനുവാദം തന്ന അവിടുത്തെ ഭരണാധികാരികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഏത് ജാതിയെന്നോ മതമെന്നോ നോക്കാതെ ഏതൊരാൾക്കും തൻ്റെ സങ്കടങ്ങളുമൊക്കെ ഇവിടെ വന്ന് ബാവയോട് തൻ്റെ സങ്കടങ്ങളായി തുറന്നു പറഞ്ഞാൽ ബാവ കനിഞ്ഞരുളും എന്നുള്ളതാണ് വിശ്വാസം. അതിനാൽ തന്നെ ഓരോ നാനാജാതി മതത്തിൽപ്പെട്ടവർ ഇവിടെ വന്നു പോകുന്നു. കന്നി 20 പെരുന്നാളിനൊക്കെ ഈ കാണുന്ന പ്രദേശത്തൊക്കെ മണൽ വാരിയിട്ടാൽ പോലും നിലത്ത് വീഴാത്തത്ര തിരക്കായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. കേരളത്തിൻ്റെ സംസ്കാരം അതാണ് എന്ന് നമുക്കറിയാം. ഇത് വടക്കേ ഇന്ത്യയുമൊന്നല്ലല്ലോ, ഇത് മലയാളമാണ്. മലയാളം മനുഷ്യരാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷമാണ് ദൈവങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വേണം നമുക്ക് ഇതിനെ കാണാൻ. അതിനാൽ ഏതൊരാളും മനുഷ്യത്വപരമായി ഇവിടെ വന്ന് ആരാധിച്ചു പോകുന്നു. അത് അവനവൻ്റെ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് ഒരിക്കലും കോട്ടം തട്ടരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും. അങ്ങനെ ഞാൻ പള്ളിയുടെ ഓരോ മുക്കിലും മൂലയിലും അതിൻ്റെ കുടിമരവുമൊക്കെ നോക്കിക്കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് മെല്ലെ പള്ളിക്കകത്തേക്ക് ഞാനൊന്ന് പ്രവേശിച്ചു. ഭരണാധികാരികളോട് അനുവാദം ചോദിച്ചപ്പോൾ നിങ്ങൾ യഥേഷ്ടം കയറിക്കൊള്ളൂ, വീഡിയോ പിടിച്ചോളൂ എന്നുള്ളത് പറഞ്ഞപ്പോൾ
എനിക്ക് പല ആരാധനാലയങ്ങളും കയറിയിട്ടുള്ള അനുഭവങ്ങളല്ല ഇവിടെ നിന്ന് ഉണ്ടായത്. അത്രമാത്രം ഹൃദ്യമായി അവർ അതിനെ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ എന്നുള്ള അനുഭവത്തിൽ തന്നെയാണ്, ആ അവകാശത്തിൽ തന്നെയാണ് അവർ എന്നോട് വീഡിയോ പിടിച്ചോളൂ എന്ന് പറഞ്ഞത്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിന് കാരണമായി. അങ്ങനെ ഞാൻ പള്ളി കവാടങ്ങളുമൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ക്യാമറയിൽ പകർത്തി പള്ളിയുടെ അങ്കണത്തിലേക്ക് കയറി. പള്ളിയുടെ അകം വരുന്നവരുമൊക്കെ വന്നു പോകുന്നവരൊക്കെ അവിടെ ആരാധനയിൽ മുഴുകിയിരിക്കുന്നു. പ്രത്യേകിച്ച് കർമ്മങ്ങൾ നടക്കുന്ന ഒരു സമയമല്ല എന്നുള്ളത് കൊണ്ട് പള്ളിയിൽ വന്ന് ധ്യാനിച്ചിരിക്കുന്നവരും, അതുപോലെ ബാബയോട് തൻ്റെ സങ്കടങ്ങൾ മൗനത്തിലൂടെ പറയുകയും അതനുസരിച്ച് തൃപ്തി അടഞ്ഞ് തിരികെ പോരുന്നവരെയുമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ കുറച്ചു നേരം ഞാനും ബാബയെ നോക്കി. അങ്ങനെ ബാബയുടെ ആ പള്ളിയുടെ അൾത്താര ചിത്രങ്ങളിലേക്കും അൾത്താരയിലേക്കും അതിൻ്റെ വാതിൽപ്പടിയുടെ ഭംഗികളിലേക്കുമൊക്കെ നോക്കി ഒരുപാട് നേരം ഞാനും അങ്ങനെ നിന്നു. അതിനുശേഷം ഞാൻ മെല്ലെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. കേരളത്തിൻ്റെ സംസ്കാരം ഇതുപോലെ ഇക്കാലവും നിലനിൽക്കണമെന്നുള്ള ഒരാഗ്രഹവും സന്തോഷവും കൊണ്ട് ഞാൻ വീണ്ടും ഒരു വട്ടം കൂടി പള്ളിയുടെ അൾത്താരയും എല്ലാം ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് ഞാൻ എൻ്റെ കാഴ്ചകളെ അവിടെ നിന്ന് പുറത്തേക്ക് കടത്തി. മാർത്തോമ ചെറിയ പള്ളി, അതുപോലെ തന്നെ ഇവിടെ അടങ്ങിയിരിക്കുന്ന മഫ്രിയോനോ മാർ ബസേലിയോസ് എൽദോ ബാവ, ലോകത്ത് തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാന്യദേഹമാണ് എന്ന് ഈ പള്ളിയുടെ ചരിത്രത്തിൽ നമ്മെ മുമ്പേ പറഞ്ഞു പോയല്ലോ. സ്വാഭാവികമായും ഇന്ത്യയിൽ ഇത്തരം ഒരുപാട് ആരാധനാലയങ്ങൾ വേറിട്ട് നിൽക്കുന്നുണ്ട്. മതസൗഹാർദ്ദത്തിന് വേറിട്ട് നിൽക്കുന്ന ആരാധനാലയങ്ങൾ കേരളത്തിൽ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അപൂർവമാണ്. ഇന്ന് രാജ്യത്തിൻ്റെ പല കോണുകളിലും നമ്മൾ കേൾക്കുന്ന ചില മുറവിളികളൊക്കെ നമ്മെ സംബന്ധിച്ച് ഒരുപാട് ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. തുലാഭാരം നടത്താനുള്ള ത്രാസുമൊക്കെ നാം കണ്ടു കഴിഞ്ഞു. ഇത് ഈ പള്ളികളിൽ മാത്രമല്ല, ക്ഷേത്രങ്ങളിലുമൊക്കെ ഈ തുലാഭാര ത്രാസുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ അങ്ങനെ അവിടെ നിന്നിറങ്ങി അതിൻ്റെ സെമിത്തേരിയുടെ കവാടങ്ങളിലേക്ക് ഒന്ന് നോക്കി. ആരൊക്കെയോ നമ്മ അറിയപ്പെടാത്ത ഒരുപാട് ജനങ്ങൾ ഈ മണ്ണിനിടയിൽ കിടപ്പുണ്ട് എന്ന് നമുക്കറിയാം. നാം ഓരോരുത്തരും ഇങ്ങനെ പിന്നണിയിലേക്ക് മറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ എന്നും നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ ഇത് ആസ്വദിക്കുകയാണ്. ഓരോ ജനനവും നമ്മൾ ആസ്വദിക്കുന്നു, ഓരോ മരണവും നമ്മൾ ആസ്വദിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ പള്ളിയും അങ്കണവുമൊക്കെ ചുറ്റിക്കണ്ടു. മറ്റ് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും അറിവുള്ളവരാണല്ലോ. ഇതുപോലെ ഓരോ ആരാധനാലയങ്ങളുമൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിക്കും. പച്ചപ്പാണൻ്റെ സന്തോഷത്തിലൂടെ എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇനിയും ഞാൻ ഇടുന്ന മറ്റ് വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്കും നിങ്ങളുടെ നെറ്റിലേക്കുമൊക്കെ നിത്യേന എന്നോണം വന്നുകൊണ്ടിരിക്കാൻ എൻ്റെ ചാനലിനോട് താല്പര്യമുള്ളവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ ചരിത്രങ്ങളും ഉൾക്കാഴ്ചകളും പുറംകാഴ്ചകളും ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങളേവർക്കും നന്ദിയും സന്തോഷവും നന്മയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എന്നെ കണ്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.